إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. ഒരു മുഅ്മിന്റെ ലക്ഷ്യമായി കൊണ്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഒരു സമൂഹത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ വിശദീകരണം വിശുദ്ധ ഖുർആനിലെ 40ഓളം ആയത്തുകൾക്ക് മുകളിൽ വരും. ഒരു സമൂഹത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അവരുടെ നന്മകൾ, അവർ ദീനുൽ ഇസ്ലാമിന് ചെയ്ത സേവനം, അതിനു മുമ്പ് അവരുടെ വിശ്വാസം, ഏത് പ്രയാസഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അടിയുറച്ചുന്ന ഒരു സമൂഹം. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 100-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറളു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പറയുന്നു, വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് താഴ്വാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് അതാകുന്നു മഹത്തായിട്ടുള്ള വിജയം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താകുന്നു ഇവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏത് പ്രയാസഘട്ടത്തിലും നിലകൊണ്ട സ്വഹാബത്ത്, ഏത് പ്രയാസഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിലകൊള്ളുകയും ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്യുകയും ചെയ്ത സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. മുമ്പ് പറഞ്ഞതുപോലെ 40-ൽ കൂടുതൽ ആയത്തുകൾ അവരെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബുൽ ഹസൻ അൽ അശരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഞങ്ങൾ മഗ്രിബിനും ഇശാഇനും ഇടയിൽ ഇരിക്കുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഹദീസ് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, വകാന ഫറഫഅ റസൂൽ റഅസഹു ഇലാ സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല ആകാശത്തിലേക്ക് ഉയർത്തി നോക്കുകയാണ്. ആകാശത്തിലേക്ക് ഉയർത്തി നോക്കിയപ്പോൾ അവർ പറയുകയാണ്, വകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലാ സമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അവിടുന്ന് ഒരുപാട് പ്രാവശ്യം ആകാശത്തേക്ക് നോക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് സ്ഥിരമായി നോക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്രകാരം, അന്നുജൂമു അമനത്തുസ് സമാ. അന്നുജൂമു അമനത്തുസ് സമാ. നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ സംരക്ഷിതമാണ്. നക്ഷത്രങ്ങൾ ആകാശത്തെ സംരക്ഷിക്കുന്ന ഒന്നാകുന്നു. അതിന്റെ സംരക്ഷണം നക്ഷത്രങ്ങളിലൂടെയാണ് ആകാശത്തിൻ്റെത്. ഫൈദാ ദഹബത്തിൻ നുജൂം അതസ്സമാഅ മാ തുഅദ്. ഈ നക്ഷത്രങ്ങൾ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തിട്ടുള്ള, വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വന്നെത്തും ആകാശത്തിന്. അതാണ് എന്താണ്? ഖിയാമത്ത് നാൾ നമ്മളിലേക്ക് വന്നെത്തും. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അമനത്തുൻ ലി അസ്ഹാബി
ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ എൻ്റെ സ്വഹാബത്തിന്റെ സംരക്ഷണമാണ്. ഞാൻ എൻ്റെ സ്വഹാബത്തിന്റെ സംരക്ഷണമാണ്. ഞാൻ പോയാൽ എൻ്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്ത് അവരുടെ അടുക്കിലേക്ക് വരും. അവർക്കുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് പറഞ്ഞു അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി. എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിന്റെ സംരക്ഷണമാകുന്നു. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ അസ്ഹാബ് പോയാൽ, അവർ കാലക്രമേണ മരിച്ചു പോയാൽ എൻ്റെ ഉമ്മത്തിലേക്ക് ഫിത്നയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വാഗ്ദാനം ചെയ്യാം, അന്ന് അറിയിക്കുക നമ്മോട്. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ് ഉമ്മത്തിലെ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത്, അവരെ കുറിച്ച് പഠിക്കുക, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ മാർഗം എന്തായിരുന്നു, അവരെങ്ങനെ ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്തതെന്ന് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിന്റെ മേലും അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, അവരിൽ പ്രമുഖനായിരുന്ന ഒരു സഹാബിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതത്തിൽ ചെയ്ത, ദീനിനു വേണ്ടി തന്റെ ജീവിതത്തിൽ ചെയ്ത അതികഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ, അതികഠിനമായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് കാണാം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നതായിക്കൊണ്ട്, അദ്ദേഹം ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മക്കയിൽ ഏറ്റവും ആഡംബരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു യുവാവായിരുന്നു. നല്ല ശരീരം, ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ടായിരുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തുള്ള കുടുംബമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മാനെ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചതിന് ശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ദാറുൽ അർഖമിലേക്ക് റസൂലും സ്വഹാബത്തും ഒളിച്ചിരുന്നുകൊണ്ട് ദീൻ പഠിക്കുകയും പഠിപ്പിച്ചിരുന്നതും ചെയ്തിരുന്ന സ്ഥലമായിരുന്നു മക്കത്ത് ദാറുൽ അർഖം. ഈ ദാറുൽ അർഖമിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അവിടെ വെച്ച് അദ്ദേഹം തന്റെ ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം മുസ്ലിമായി തന്റെ ശിർക്കൻ വിശ്വാസങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിയുകയും ഇസ്ലാമിന്റെ തൗഹീദിനെ അടിയുറച്ച് മുറുകെ പിടിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ആൾ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിച്ചിരുന്ന വ്യക്തി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി, അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തൗഹീദിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിനോട് മാത്രം, എനിക്കും എന്റെ റബ്ബിനും ഇടയിൽ ആരുമില്ല, ഞാൻ റബ്ബ് മാത്രം, ഈ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പീഡിപ്പിക്കുന്നു, അദ്ദേഹത്തെ ബന്ദിയാക്കുന്നു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്ന് ചരിത്രഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങേയറ്റം വലിയ പീഡനങ്ങൾ അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി മാറുന്നു. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങുന്നു. അതായത് തന്റെ ജീവിത ശൈലി അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഹബിഷീനയിലേക്ക് ഹിജ്റ പോയ സഹാബാക്കളുടെ കൂടെ അദ്ദേഹം രക്ഷപ്പെടുക. ഹബിഷീനയിലേക്ക്, ഈ കാലഘട്ടം ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന രാജ്യത്തിലേക്ക്, മക്കയിൽ നിന്നും ആദ്യമായിക്കൊണ്ട് ഹബിഷീനയിലേക്ക് സ്വഹാബത്തിന്റെ കൂടെ അദ്ദേഹം ഹിജ്റ പോവുകയാണ്. 12-13 ആളുകൾ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു കള്ളവാർത്ത ലഭിച്ചു അദ്ദേഹത്തിന്. മക്കയിലുള്ള ഖുറൈശികൾ ഒന്നടങ്കം മുസ്ലിം ആയിരിക്കുന്നു, മക്ക ഇസ്ലാമിക രാജ്യമായിരിക്കുന്നു എന്നുള്ള കള്ളവാർത്ത അദ്ദേഹത്തിന് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം ഹബിഷീനയിൽ നിന്നും തിരിച്ചു മടങ്ങി വരികയാണ് മക്കയിലേക്ക് അടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് ലഭിച്ചത് കള്ളവാർത്തയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്റെ കുടുംബക്കാർ അദ്ദേഹത്തിനെ പിടിക്കുകയും വീണ്ടും ബന്ദിയാക്കുകയും ചെയ്തു. ഈ സമയത്ത് എന്റെ ഉമ്മാനോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. എന്റെ ഉമ്മ, നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് അദ്ദേഹം പല പ്രാവശ്യം ഉമ്മാനോട് പറയുന്നതായി കാണാൻ സാധിക്കും ചരിത്രഗ്രന്ഥങ്ങളിൽ. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു. ചെങ്ങലയിൽ കടന്നുകൊണ്ട് ഉമ്മാന്റെ മുന്നിൽ കേണുകൊണ്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് ഇസ്ലാമാകും. എന്നല്ല, ഉമ്മ മുസ്ലിമായില്ല എന്ന് മാത്രല്ല, തന്റെ വിഗ്രഹങ്ങളെ, തന്റെ ആരാധന്മാരെ സത്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും മുസ്ലിമാവുകയില്ല.
അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയുണ്ടായി, എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ സാധിക്കുന്ന നിങ്ങളെയും ഞാൻ ചെയ്യും, എനിക്കും അവസരം ലഭിക്കുമ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്റെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് മനസ്സിലായി അദ്ദേഹം ഒരിക്കലും തന്റെ ദീനിൽ നിന്ന് മടങ്ങുകയില്ല. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ പോയിക്കൊള്ളുക, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതില്ല. അദ്ദേഹം സങ്കടത്തോടുകൂടി ഉമ്മാന്റെ അടുക്കൽ നിറങ്ങുന്ന ആ രംഗം അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഉമ്മ, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ള ഒരു വ്യക്തിയാണ്, ഗുണകാംക്ഷയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, അള്ളാഹുവിൽ വിശ്വസിക്കൂ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ തേടൂ എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് മടങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക്, അന്നത്തെ യസ്രിബ് ഇപ്പോഴത്തെ മദീനയിലേക്ക് ആദ്യമായി കൊണ്ട് മദീനയിൽ നിന്ന് വന്ന 12 ആളുകളുടെ കൂടെ ദഅവത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ അംബാസഡർ ആയിക്കൊണ്ട് അദ്ദേഹത്തെ മദീനയിലേക്ക് അയക്കുകയാണ്. അദ്ദേഹം മദീനയിൽ പോവുകയും പിന്നീട് അവിടെ ദഅവത്ത് ചെയ്യാൻ അങ്ങനെ മദീനയിലേക്ക് പോയി. അദ്ദേഹം അവിടെ പ്രമുഖനായിട്ടുള്ള സ്വഹാബിയായിട്ടുള്ള അസ്അദ് ബിൻ അസ്സുറാറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിൽക്കുകയും അവിടെ നിന്ന് ദീൻ പഠിപ്പിക്കുകയും ചെയ്തു മദീനത്തിലുള്ള ആളുകൾക്ക്. അങ്ങനെ മദീനത്തിലുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതുവരെ അദ്ദേഹം ദഅവത്ത് ചെയ്ത് അവസാനമല്ല, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ മദീനയിലെ 2 പ്രധാന ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. ഈ 2 ഗോത്രങ്ങളിലെ നേതാക്കളായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹും ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു തആല അൻഹും അവർ വിശ്വസിക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുമ്പോൾ റസൂലിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ചിട്ടല്ല അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്. പിന്നീട് അവർ 2ാമത്തെ അഖബ ഉടമ്പടിക്ക് വേണ്ടി മദീനയിലേക്ക് അവർ പോവുകയാണ് ഹജ്ജിന്റെ സീസണിൽ വെച്ച്. അങ്ങനെ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ഔസിൽ നിന്നും ഖസ്റജിൽ നിന്നുള്ള മറ്റു സഹാബാക്കളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിക്കൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഞങ്ങൾ നാട്ടിലേക്ക് വരൂ, മദീനയിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്തു. അങ്ങനെ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കൂടെ വീണ്ടും ഹിജ്റയുടെ നിയ്യത്തോടുകൂടി വീണ്ടും മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയാണ് അദ്ദേഹം. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂ അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവെ തമ്മിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധം ചേർക്കുകയാണ്. അത് അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തിരുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു മുഹാജിർ മറ്റൊരു അൻസാരിയെ സഹോദരനാക്കും, പരസ്പരം സഹായിക്കണം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. തന്റെ സഹോദര്യന്റെ ഇസ്ലാമിന്റെ പേരിലുള്ള സഹോദര്യ ബന്ധം അവിടെ ചേർക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ അദ്ദേഹം ദീൻ പഠിപ്പിക്കുകയും അങ്ങനെ ഈ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കൊണ്ടുപോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ബദർ യുദ്ധം വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിന്റെ സൈന്യത്തിന്റെ മുൻപതിയിൽ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള ശ്രദ്ധേയമാണ്. അങ്ങനെ അദ്ദേഹവും മുസ്ലിമീങ്ങളും ആ യുദ്ധത്തിൽ വിജയിക്കുന്നു. വീണ്ടും 2ാമത്തെ യുദ്ധമായിട്ടുള്ള ഉഹദ് യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുമ്പോൾ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ പതാകവാഹകനായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ പതാക വഹിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ പതാക വഹിച്ച് ഇസ്ലാമിന് ആദ്യം വിജയം ഉണ്ടാവുകയും പിന്നീട് ചെറിയൊരു ശബ്ദക്കുറവ് മൂലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ ചില സ്വഹാബാക്കൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ മുശ്രിക്കീങ്ങളുടെ ഖുറൈശികളുടെ കടന്നാക്രമണം ഉണ്ടാവുകയും അപ്രകാരം ഒരുപാട് മുസ്ലിം സൈന്യം യുദ്ധകളത്തിൽ നിന്ന് പേടിച്ചോടുകയും ഉണ്ടായി. ഈ സമയത്ത് മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ യുദ്ധകളത്തിൽ അടിയുറച്ചു നിന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം അടിയുറച്ചു നിൽക്കുകയും പതാക ഏന്തിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. ഈ സമയത്ത് മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ വലയം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വലത് കൈ ആദ്യം വെട്ടുകയും ചെയ്തു. അപ്പോൾ തന്റെ പതാക ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ ദിശ മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് പതാക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം ഇടത് ഭാഗത്തേക്ക് മാറ്റിപ്പിടിക്കുന്നു, ഇടത് കൈ വെട്ടുന്നു. അദ്ദേഹം തന്റെ മുട്ടുകൾ കൊണ്ട് ബാക്കിയുള്ള കൈ കൊണ്ടും നെഞ്ചിലേക്കും ചേർത്തിക്കൊണ്ട് ആ പതാക പിടിച്ചു വെക്കുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹത്തെ അമ്പെയ്തുകൊണ്ട് ഖുറൈശികൾ കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അവിടെ പടഞ്ഞു വീഴുന്നു. മുസ്ലിമീങ്ങൾക്ക് ആ യുദ്ധത്തിൽ
തോൽവി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഇൻദല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ മിനല്ലാജിരിമായ ആലം, അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ആർക്കും അറിയാത്ത രൂപത്തിലുള്ള പ്രതിഫലമുണ്ട്. ഇന്ന സാബിരീന, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ക്ഷമിക്കുന്നവർക്ക് പരിധിയില്ലാത്ത, അളവില്ലാത്ത പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സഹാബത്ത് റളിയല്ലാഹു തആല അവർ പറയുന്നതായി കാണാം, അദ്ദേഹത്തിന് കഫൻ പുടവക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല. മരിച്ചു കഴിഞ്ഞ് കബറിലേക്ക് വെക്കുമ്പോൾ, ഷഹീദായിക്കൊണ്ട് കബറിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിന് കഫൻ പുടവ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മറച്ചാൽ മറ്റൊരു ഭാഗം പുറത്തേക്ക് വരുന്നു. തല മറച്ചാൽ കാല് കാണുന്ന അവസ്ഥ, കാല് മറച്ചാൽ തല കാണുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ തലഭാഗം മറച്ചുകൊണ്ട് കാൽഭാഗത്ത് ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ല് വെച്ചുകൊള്ളുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമാകുന്നതിന് മുമ്പ് ഏറ്റവും ആഡംബര രൂപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, സേവനം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ചിന്തിച്ചു നോക്കൂ. അങ്ങനെ അദ്ദേഹത്തിന് അപ്രകാരം മറമാടി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും പറയുന്നതായി കാണാം. ഞങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് ഒരുപാട് നന്മകൾ നൽകി. ഇസ്ലാമിന് ഭരണം ലഭിച്ചു പല പ്രദേശങ്ങളിലും. അവിടെ ഭരണാധികാരികൾ സ്വഹാബത്തായി, അവർക്ക് ദുനിയാവിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു. പക്ഷേ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ദുനിയാവിൽ വെച്ച് ഒന്നും ലഭിച്ചിട്ടില്ല എന്നവർ പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താം. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീനുൽ ഇസ്ലാമിന് അവർ ഖിദ്മത്ത് ചെയ്തിരുന്നു എന്നുള്ളത്, സേവനം ചെയ്തിരുന്നു എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാമിനായിരുന്നു അവർ ആദ്യത്തെ പ്രാതിനിധ്യം കൊടുത്തിരുന്നത്, ഒന്നാമത്തെ പ്രാതിനിധ്യം. അത് കഴിഞ്ഞിട്ട് ദുനിയാവുള്ളൂ എന്നുള്ള നിലപാടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 40-ൽ പരം സ്ഥലങ്ങളിൽ പറഞ്ഞതെന്നും നമുക്ക് കാണാൻ സാധിക്കും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ചിലവഴിച്ചവരായിരുന്നു. സമ്പത്തില്ലാത്ത ആളുകൾ ശരീരം കൊണ്ട് മുന്നിട്ട ആളുകളായിരുന്നു. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇപ്പോൾ അതാ മുസ്ലിമീങ്ങൾ ചില മസ്ജിദുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം മസ്ജിദിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, ജനങ്ങളിലേക്ക് പകരുന്നില്ല, ദഅവത്ത് കുറഞ്ഞിരിക്കുന്നു, തൗഹീദ് പറയുന്നവർ ഇല്ലാതായിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് ആദ്യം പറയും, നിങ്ങൾ തൗഹീദ് പഠിപ്പിക്കണം എന്നാണ്. ഫഅവ്വല മാ തദഊന ഇലൈഹി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ക്ഷണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, അല്ലാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തുൽ കലിമത്തു ഷഹാദ, അതിലേക്കായിരുന്നു സ്വഹാബത്ത് ക്ഷണിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്കാണ് നമ്മളും ക്ഷണിക്കേണ്ടതെന്നും ഓർമ്മപ്പെടുത്താൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ള വിഷയം. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു, പ്രത്യേകിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയ കച്ചവടക്കാരായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം ചിലവഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അതുപോലെ ഒരുപാട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആൽ ഇംറാൻ പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ. ഒരു പുണ്യത്തെ നിങ്ങൾ കരസ്ഥമാക്കുകയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് അത് ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മസ്ജിദുകൾക്ക് വേണ്ടി ചിലവഴിക്കുക, ദഅവത്തിന് വേണ്ടി ചിലവഴിക്കുക, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കും ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ദീനിന്റെ ആളുകൾക്കും വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതുകൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരടിമയുടെ സ്വതക്ക അവന്റെ സമ്പത്തിൽ ഒരു കുറവും വരുത്തൂല എന്ന് പറഞ്ഞതുപോലെ, ഒരടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് കൊണ്ട് അവന്റെ സമ്പത്തിൽ ഒരു കുറവുണ്ടാകില്ലെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ആർക്കെങ്കിലും ഡിസ്കിൽ വിശാലത വേണോ, തന്റെ ഉപജീവനത്തിൽ വിശാലത വേണോ, സമ്പത്തിൽ ആധിക്യം